ഇന്ന് നമുക്ക് പല്ലിലെ സ്റ്റെയിൻസിനെ കുറിച്ച് പറയാം. എന്താണ് സ്റ്റെയിൻസ്? കറ അല്ലേ? നിങ്ങളുടെ പല്ലിലെല്ലാം കാണുന്നുണ്ടാവും ഈ കറ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കറ ഉണ്ടാവുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പല കളറുള്ള നിറവ്യത്യാസമുള്ള അഴുക്കുകളെയാണ് ഈ കറകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസ് ബ്ലാക്ക് സ്റ്റെയിൻസ് ആയിരുന്നു പല്ല് മുഴുവൻ. അവര് അതുകൊണ്ട് തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് ലോ ആയിരുന്നു. അവർക്ക് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബ്ലാക്ക് സ്റ്റെയിൻസ് വരുന്നത് ഡോക്ടറെ? ഞാനൊരു 2 months ബാക്ക് ക്ലീൻ ചെയ്തതാണ്. വീണ്ടും ഇത് ഇത്ര പെട്ടെന്ന് വരുന്നതിന്റെ കാരണം എന്താണ് എന്നൊക്കെയാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഇന്ന് കറകളെ കുറിച്ച് പറയാം. ഇങ്ങനെയൊക്കെയാണ് കറകൾ ഉണ്ടാവുന്നത്. അതെ, ഞാൻ പറഞ്ഞു ഭക്ഷണ സാധനങ്ങൾ, ചായ, കാപ്പി ഇതുപോലുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നത് അധികമായാൽ, നോർമലി ഉള്ള റുട്ടീനിലുള്ള ഒരു 2 to 3 കോഫീസിനൊന്നും അങ്ങനെ കാണാറില്ല. പക്ഷെ അമിതമായി കഴിക്കുന്നവരുണ്ടല്ലോ, അതായത് ലിമിറ്റിൽ അപ്പുറത്തേക്ക് കഴിക്കുന്നവരുടെ കേസിൽ അങ്ങനെ കാണാറുണ്ട്. പിന്നെ എപ്പോഴാണ് കൊക്കക്കോള പോലുള്ള കളേർഡ് ആയിട്ടുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ കഴിക്കുന്നവരുടെ കേസിൽ കാണാറുണ്ട്. പിന്നെ ചില അയൺ സപ്ലിമെന്റ്സ് എടുക്കുന്ന സിറപ്പുകൾ, ടാബ്ലറ്റ്സ്, അതേപോലെ ചില ആയുർവേദ മെഡിസിൻസ്, ലേഹ്യം, അരിഷ്ടം, കഷായം മുതലായിട്ടുള്ളത് ലോങ് ടേമിലേക്ക് എടുക്കുന്നവരുടെ കേസിൽ ഇങ്ങനത്തെ കറകൾ കാണാറുണ്ട്. ഇനി ഈ കറകൾ എപ്പോഴാണ് നമ്മൾ അത് ബോധേഡ് ആവുന്നത്? കറയായിട്ട് ഇരിക്കുമ്പോൾ മുന്നിലേക്ക് കാണുന്ന രീതിയിൽ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ കാണുമ്പോഴാണ് അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു തരം കറയുണ്ട്. ഇത് നമ്മുടെ വായിലെ ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനുകളിൽ നിന്നുണ്ടാവുന്ന കറയാണ്. ഈ കറയാണ് ക്രോമോജനിക് ബാക്ടീരിയൽ സ്റ്റെയിൻസ് എന്ന് പറയാം. ഇത് ബ്ലാക്കിഷ് കളർ ആയിരിക്കും. ഇത് പല്ലിന്റെ ഉൾഭാഗത്ത്, അതായത് മുകളിലെ പല്ലിന്റെ ഉൾഭാഗത്ത് വന്ന് പുറം ഭാഗത്തേക്ക് വരുന്ന രീതിയിലും താഴെ ഭാഗങ്ങളിലായിട്ടുമാണ് കാണപ്പെടുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലാക്ക് ഡോട്ട്സ് ആയിട്ടാണ്. പിന്നീട് അത് പല്ല് മുഴുവനായിട്ട് വ്യാപിക്കുകയാണ് ചെയ്യുക. പൊതുവെ ഒരു പല്ലിന്റെ 1/3 ഒക്കെ കാണുമ്പോഴേക്കും ആളുകൾ ക്ലീൻ ചെയ്യാനായിട്ട് വരാറുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നത്? ബാക്കി നമ്മുടെ കാപ്പി, ചായ, അതുപോലെ സിഗരറ്റ്, പാൻ മസാല, അതേപോലെ തന്നെയുള്ള മുറുക്കാനൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന കറകള് നമ്മൾ ആ ഹാബിറ്റ് സ്റ്റോപ്പ് ചെയ്യുക, കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ മാറും. പിന്നെ ഇത് വരണമെന്നില്ല. പക്ഷെ ഈ കറ മാത്രം, ഈ ബ്ലാക്ക് കറ മാത്രം അത് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. ഇതിന് കാരണം നമ്മുടെ വായ എന്ന് പറയുന്നത് ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെ മൈക്രോ ഓർഗാനിസം? മെയിൻലി ബാക്ടീരിയാസ് ആണ്. ഈ ബാക്ടീരിയാസ് നമുക്ക് ആവശ്യമുള്ളതും ഉണ്ട്, ആവശ്യമില്ലാത്തതും ഉണ്ട്. ഈ ബാക്ടീരിയാസിൽ പെടുന്ന ഒരു വില്ലൻ, ആ ബാക്ടീരിയ നമ്മളുടെ ഈ കഴിക്കുന്ന അയൺ സപ്ലിമെന്റ്സ് കഴിക്കുന്നവരിൽ, അയൺ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് കഴിക്കുന്ന ആൾക്കാരിലൊക്കെ, അതായത് ഈ ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിനാണ് ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്നത്. ഈ ഹൈഡ്രജൻ സൾഫൈഡ് നമ്മുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന അയണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫെറിക് സൾഫേറ്റ് ആയിട്ട് മാറും. ഈ സൾഫേറ്റ്, ഫെറിക് സൾഫേറ്റ് എന്ന് പറയുന്ന ബ്ലാക്ക് കളറുള്ള സ്റ്റെയിന് പല്ലുകളിൽ ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും. അതാണ് നമുക്ക് ബ്ലാക്ക് കളറിലായിട്ട് കാണുന്നത്. അപ്പൊ ഈ ബാക്ടീരിയാസ് എല്ലാവർക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല, ചില ആളുകളിൽ മാത്രം. അതിന്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളിൽ ഇത് കാണുന്നത്? അപ്പോൾ ഇത് വീണ്ടും വീണ്ടും വരുന്നതിന്റെ കാരണം എന്താ? നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സ്റ്റെയിൻസേ ഒഴിവാക്കുന്നുള്ളൂ, ബാക്ടീരിയനെ നമുക്ക് ഒഴിവാക്കുന്നില്ല. ആ ബാക്ടീരിയ ഒഴിവാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതും കൂടിയാണ് ഇപ്പോഴത്തെ പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിന്റെ മാർഗം? ക്ലീനിങ് തന്നെയാണ്. ഡെന്റിസ്റ്റിന്റെ അടുത്ത് വരിക, സ്കെയിലിംഗ്, ഫുൾ മൗത്ത് ഓറൽ പ്രൊഫൈലാക്സിസ് എന്ന് പറയുന്ന പ്രൊസീജിയറിന്റെ കൂടെ പോളിഷിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ടൂത്ത് സർഫേസ് സ്മൂത്ത് ആവുകയും ചെയ്യും. ഈ സ്റ്റെയിൻസ് നിങ്ങൾക്ക് 2 months കൊണ്ട് വന്നു എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു 6 months to 8 months വരെയൊക്കെ ഗ്യാപ്പ് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. ഗ്രാജുവലി അത് നിന്ന് പോകുന്നതായിട്ടും കാണാറുണ്ട്. കാരണം ഈ അയൺ സപ്ലിമെന്റ്സും ഈ കാര്യങ്ങൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റെയിൻസ് നിൽക്കാറുമുണ്ട്. അപ്പൊ നിങ്ങളുടെ വായിൽ ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റെയിൻസ് ഉണ്ട്